ഹലോ എല്ലാവർക്കും നമസ്കാരം. എ ഹീറോ നീഡ് നോട്ട് സ്പീക്ക്, വെൻ ഹീ ഈസ് ഗോൺ ദ വേൾഡ് വിൽ സ്പീക്ക് ഫോർ ഹിം. ശരിയല്ലേ? ഇറ്റ്സ് മീ ലിൻഡോ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രേഡിംഗ് ജേർണി വിത്ത് ട്രേഡിംഗ് മൈൽ സ്റ്റോൺ. തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് വിത്ത് മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ്. ഒരു മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് എക്സിറ്റ് പോയിന്റുകൾ കറക്റ്റായിട്ട് അറിയത്തില്ല. എവിടെ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ് ഫെയിൽ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. അതാണ് മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരാൾക്ക് എങ്ങനെയാണ് മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്? അതായത് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ ട്രേഡിലേക്ക് വരുന്ന ഒരാൾ, അതല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ പ്രൂഫിംഗ് റീസണിൻ്റെ പേരിൽ ട്രേഡിലേക്ക് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിൽ മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഉറപ്പായിട്ടും കാണും. ആ ഒരു ആറ്റിറ്റ്യൂഡോടെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഒരു ക്യാസിനോയ്ക്ക് തുല്യമായിരിക്കും. നമുക്കറിയാം ക്യാസിനോയിൽ എന്താണ് നടക്കുന്നത്, ചൂതാട്ടം അല്ലേ? അതുപോലെ തന്നെ ആ ഒരു ബേസിൽ, ഈ ഒരു ക്യൂരിയോസിറ്റി ബേസിൽ ട്രേഡിലേക്ക് മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാസിനോ പോലെയായിരിക്കും അവനെ സംബന്ധിച്ച് മാർക്കറ്റ്. അവിടെ ബെറ്റ് വെക്കുന്നു, ബെറ്റിൽ തോക്കുന്നു, ജയിക്കുന്നു. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവനെ സംബന്ധിച്ചുണ്ടാകുന്നത്. എന്താണ് ഈ ക്യാസിനോ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഇൻവെസ്റ്റ്മെൻറ്റും ഗ്യാമ്പിളിങ്ങും മൂലം ലാഭം നേടാനുള്ള ഒരു കൊതിയായിരിക്കും അവനിൽ കാണപ്പെടുന്നത്. അങ്ങനെയുള്ളവർ ക്യാസിനോയിൽ വരുന്നു, മണി ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് ജയിക്കണം, എനിക്ക് ലാഭം കിട്ടിയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലോസ് സംഭവിക്കുന്നു, വീണ്ടും വീണ്ടും നമ്മുടെ പൈസ പോകുന്നു. എന്തുകൊണ്ടാണ്? ചൂതാട്ടത്തിൽ കളിക്കുന്നത് പോലെ തന്നെ പിന്നെയും പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും നഷ്ടങ്ങൾ സംഭവിക്കുന്നു. പല ട്രേഡേഴ്സും ട്രേഡിങ്ങിൽ ഉള്ള തങ്ങളുടെ പാർട്ടിസിപ്പേഷനെ ലാസ് വെഗാസിലേക്കുള്ള ഒരു യാത്ര പോലെ കണക്കാക്കുന്നു. നമുക്കറിയാം ലാസ് വെഗാസ് ഒരു ഗെയിമാണല്ലേ. ലാസ് വെഗാസിലേക്കുള്ള യാത്രക്കൊടുവിൽ പിൻ പോക്കറ്റിൽ നിറയെ പണവുമായിട്ട് വരുന്ന ഒരു ഗ്യാങ്സ്റ്ററിനെ പോലെയാണ് പലരും ട്രേഡിങ്ങിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. പലരും ട്രേഡിങ്ങിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കാതെ ഇതിലേക്ക് ഇറങ്ങിച്ചിരിക്കുന്നു. ഇതിലെ അപകട സാധ്യതകളെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നില്ല. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ സൈക്കോളജി വളരെ ലളിതമായിട്ട് കട്ട് ചെയ്ത് പോർഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതെല്ലാം തിരുത്തി അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആർ യു ആൻ ഇൻവെസ്റ്റർ ഓർ ഗ്യാംബ്ലർ? ഞാനൊരു ഇൻവെസ്റ്റർ ആണോ അതോ ഗ്യാംബ്ലർ ആണോ? അതെങ്ങനെ തിരിച്ചറിയും? ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രൂഫിംഗ് റീസണിൻ്റെ പുറത്ത് ട്രേഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓർക്കുക, നിങ്ങളൊരു ഇൻവെസ്റ്റർ അല്ല, നിങ്ങൾ തീർച്ചയായും ഒരു ഗ്യാംബ്ലറാണ്. നിങ്ങൾക്ക് മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വിജയിക്കാൻ വേണ്ടി മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾക്കും മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. തിങ്ക് യുവർ സെൽഫ്. ഞാനൊരു ഗ്യാംബ്ലർ ആണോ അതോ ഇൻവെസ്റ്റർ ആണോ? ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തുക. എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണോ അതോ ഗ്യാംബ്ലർ ആണോ? ഇനി നിങ്ങളൊരു ഗ്യാംബ്ലർ ആണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് കരകയറാനായിട്ട് സാധിക്കും? ഫസ്റ്റ് യു ഷുഡ് ഓവർകം ദ ഗ്യാംബ്ലിംഗ് ഫാലസി. എന്താണ് ഗ്യാംബ്ലിംഗ് ഫാലസി എന്ന് വെച്ചാൽ, ഒരു ട്രേഡിൽ ലോസ് വന്നു, നെക്സ്റ്റ് ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടും. ആ ഒരു ചിന്താഗതിയോടെ ട്രേഡിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഗ്യാംബ്ലിംഗ് ഫാലസി എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ട്രേഡിൽ ലോസ് വന്നു, സെക്കൻഡ് ട്രേഡ് ട്രൈ ചെയ്യുന്നു, ലോസ് ഓർ പ്രോഫിറ്റ് ഇറ്റ് ഡിപ്പെൻസ്. വീണ്ടും തേർഡ് പ്രോഫിറ്റ് നോക്കുന്നു, ലോസ് വരുന്നു. അങ്ങനെ ഒരു ട്രേഡിൽ വന്നിരിക്കുന്ന ലോസിൻ്റെ ബേസിൽ അന്നത്തെ ദിവസം മുഴുവനും ട്രേഡ് ചെയ്ത് ഭീമമായ നഷ്ടം വരുത്തുന്നവരാണ് ഗ്യാംബ്ലിംഗ് ഫാലസി കാണപ്പെടുന്നത്. നമ്മൾ ചെയ്യേണ്ട മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫസ്റ്റ് യു ഷുഡ് അവോയ്ഡ് ദ ഗ്യാംബ്ലിംഗ് ഫാലസി. സെക്കൻഡ് വൺ, ഓവർ ട്രേഡിംഗ് ഒഴിവാക്കുക. ഓവർ ട്രേഡിംഗ് എന്താണെന്ന് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഓവർ ട്രേഡിംഗ് എന്താണെന്നല്ലേ. അടുത്ത ഒന്നാണ് ചേസിങ് ദ ലോസസിനെ ചേസ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു ലോസ് വന്നു, അതിനെ ഓവർകം ചെയ്യാനായിട്ട് വീണ്ടും ആ ഒരു സെയിം സ്റ്റോക്കിൽ തന്നെ കൂടുതൽ വാങ്ങിക്കുക. അതായത് ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോസ് വന്നു, ഓക്കെ, അടുത്ത പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് 2 ക്വാണ്ടിറ്റി വാങ്ങുന്നു. അത് ലോസ് വന്നു, വീണ്ടും പ്രോഫിറ്റിന് വേണ്ടിയിട്ട് 3-4 ക്വാണ്ടിറ്റീസ് വാരിക്കൂട്ടുന്നു. അതാണ് ഓവർ ട്രേഡിങ്. അത് നമ്മൾ ഒഴിവാക്കുക.
അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒഴിവാക്കുക. എന്താണ് പുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ, അതായത് ഒരു നിക്ഷേപത്തിൻ്റെ വില കൂടി നിൽക്കുന്ന സമയത്ത് ഓഹരി വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ വില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഓഹരികൾ വാങ്ങിക്കൂട്ടാതിരിക്കുക. ഇതൊക്കെ ഒരു മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡിൻ്റെ ലക്ഷണങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം അതിനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അത് ഒരു വലിയ ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ പറഞ്ഞത് ട്രേഡേഴ്സിൽ മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, അതെങ്ങനെ കണ്ടെത്താം, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണോ അതോ ഗ്യാമ്പിളർ ആണോ എന്ന് സ്വയം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. നമ്മൾ ഇൻവെസ്റ്റർ ആണോ ഗ്യാമ്പിളർ ആണോ, മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ? കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മസ്റ്റ് വിൻ ആറ്റിറ്റ്യൂഡ് മറികടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയെല്ലാം ഇതിനെ ഒഴിവാക്കാം, ഇതൊക്കെ നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഈ ഒരു മേഖലയിലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സൈക്കോളജി പരമായിട്ടും പ്രൈസ് ആക്ഷൻ സംബന്ധിച്ചും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.